ഡെമോൺസ്ട്രേറ്റർ കമ്പ്യൂട്ടർ എക്സാമിനുള്ള സ്മാർട്ട് ഡിവൈസ് പ്രോഗ്രാമിംഗ് എന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ലാബ് മാനുവൽ വൈസാണ് സിലബസ് വന്നിട്ടുള്ളത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോനെ കുറിച്ചും പ്രോജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്. ദെൻ വരുന്ന വിൻഡോയിൽ നമ്മൾ എന്തൊക്കെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആപ്ലിക്കേഷൻ നെയിം, കമ്പനി ഡൊമെയിൻ, പാക്കേജ് നെയിം, പ്രോജക്റ്റ് ലൊക്കേഷൻ. ഫസ്റ്റ് വിൻഡോയിൽ നമ്മൾ മിനിമം SDK ലെവൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ടാർഗറ്റ് ഡിവൈസ് ഫോണാണോ TV ആണോ എന്നുള്ള ഓപ്ഷനല്ല ഇവിടെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ്രോയിഡിൻ്റെ ഏത് വേർഷൻ മുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്പ് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ് മിനിമം SDKയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ മിനിമം SDK ആയിട്ട് API 8 സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ആൻഡ്രോയിഡ് 2.2. അതായത് ആൻഡ്രോയിഡ് 2.2ൽ മുതൽ നമ്മുടെ ഈ ആപ്പ് വർക്ക് ചെയ്യും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ ആണ് ആഡ് ആൻ ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൊബൈൽ ആപ്പിൽ ഓരോ സ്ക്രീനുകളാണ് ഉദ്ദേശിക്കുന്നത്. യൂസറിന് നമ്മുടെ ആപ്പ് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്ന സ്ക്രീൻസാണ് ആക്ടിവിറ്റീസ്. ഒരു ആപ്പിൽ മെനി ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഡിഫോൾട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് മെയിൻ ആക്ടിവിറ്റി. നമുക്ക് ഏത് ആക്ടിവിറ്റിയാണ് വേണ്ടതെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആക്ടിവിറ്റിയുടെ കോഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ ആക്ടിവിറ്റിയെ സെലക്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിന് ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുപോലെ ഗൂഗിൾ മാപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, പ്ലേ സ്റ്റോർ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് ബ്ലാങ്ക് ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്യണത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. ആക്ടിവിറ്റി നെയിം എല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് വരുന്ന ആക്ടിവിറ്റി നേരത്തെ പറഞ്ഞു മെയിൻ ആക്ടിവിറ്റി. എമ്മും എയും ക്യാപിറ്റലാണ്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലേഔട്ട് നെയിം വരുന്നത് ആക്ടിവിറ്റി _മെയിൻ. ദെൻ ടൈറ്റിൽ മെയിൻ ആക്ടിവിറ്റി തന്നെയാണ്. മെനു നെയിം മെനു _മെയിൻ. ദെൻ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഫയൽസ് ക്രിയേറ്റ് ആവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ലൊക്കേഷനും ഫയൽ നെയിമും എല്ലാം നോക്കി വെക്കുക. നമ്മുടെ സ്ക്രീൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് XML പേജസ് ആയിട്ടാണ്. സോ ആക്ടിവിറ്റി _main.xml എന്നുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് ലൊക്കേഷനിലാണ്? ആപ്പ് ബാർ, SRC ബാർ, മെയിൻ ബാർ, RES ബാർ, ലേഔട്ടിലാണ് ആക്ടിവിറ്റി _main.xml ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള XML ഫയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രീൻ ഡിസൈൻ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് ആഡ് ചെയ്യും. ടെക്സ്റ്റ് വ്യൂ, ബട്ടൺസ്, അങ്ങനെ കുറേ കമ്പോണൻസ് ഉണ്ട്. അതെല്ലാം ഇതിലേക്കാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്രിയേറ്റഡ് ആവുന്ന ഒരു ഫയലാണ് മെയിൻ ആക്ടിവിറ്റി.java. എമ്മും എയും ക്യാപിറ്റലാണ്. നേരത്തെ പറഞ്ഞത് ആക്ടിവിറ്റി _main.xml ഫുൾ സ്മോൾ ലെറ്ററിലാണ് ക്രിയേറ്റഡ് ആവുന്നത്. നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് ആപ്പിൽ, SRCയിൽ, മെയിനിൽ, ജാവയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് നെയിമിലാണ് മെയിൻ ആക്ടിവിറ്റി.java എന്നുള്ള ഫയൽ ക്രിയേറ്റഡ് ആവുന്നത്. നമ്മൾ ആപ്പ് റൺ ചെയ്യുന്ന സമയത്ത് ഈ ജാവ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫയലാണ് ആൻഡ്രോയിഡ് manifest.xml. നമ്മുടെ ആപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ്, എക്സ്റ്റേണൽ കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എല്ലാം ഇവിടെയാണ് വരുന്നത്. ലൊക്കേഷൻ ശ്രദ്ധിച്ചല്ലോ. ആപ്പിൽ, SRCയിൽ, മെയിനിലാണ് ആൻഡ്രോയിഡ് manifest.xml വരുന്നത്. നമ്മുടെ ആപ്പ് കമ്പൈൽ ചെയ്യാനും ബിൽഡ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഫയലാണ് build_gradle. ആപ്പ് ഡയറക്ടറിയിലാണ് build_gradle ഉള്ളത്. നമുക്ക് ഡ്രോവബിൾ ഡയറക്ടറി ഉണ്ട്. അതിനകത്ത് ഡ്രോവബിൾ റിസോഴ്സസ് ആണുള്ളത്. ഇമേജസ്, നമ്മൾ ആപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസ്, അത് പല ഡെൻസിറ്റിയിലുള്ളത് നമുക്ക് ആവശ്യമുണ്ടാവും. അതായത് പല ഫോണിലും നമുക്ക് പല വിഡ്ത്തിലും സൈസിലും ഉള്ള ഇമേജസ് ആയിരിക്കും ആവശ്യം. അപ്പോൾ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഇമേജസ് എല്ലാം സെറ്റ് ചെയ്യുന്ന ഡയറക്ടറിയാണിത്. എന്നാൽ നമ്മുടെ ആപ്പിൻ്റെ ലോഞ്ചർ ഐക്കൺസ് എല്ലാം സേവ് ചെയ്യേണ്ടത് ഈ ഡയറക്ടറിയിലല്ല, മാപ്പ് എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ്. നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വരേണ്ട ഐക്കൺ നമ്മൾ സേവ് ചെയ്യേണ്ടത് IC_launcher.png എന്ന് പറയുന്ന മെനു ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടത് മെനു മാപ്പ് എന്ന് പറയുന്ന ഫോൾഡറുണ്ട്. അതുപോലെ തന്നെ വാല്യൂസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. നമുക്ക് ആപ്പിൽ ഗ്ലോബലായിട്ട് യൂസ് ചെയ്യേണ്ട സ്ട്രിങ്സ്, അതുപോലെ കളർ ഡെഫിനിഷൻസ്, ഇതെല്ലാം വാല്യൂസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ 2 ഫയൽസാണ് എഡിറ്റ് ചെയ്യാനുള്ളത്. മെയിൻ ആക്ടിവിറ്റി.javaയും ആക്ടിവിറ്റി _main.xml. ഡിഫോൾട്ടായിട്ട് വരുന്ന പ്രോഗ്രാമിൽ ബ്ലാങ്ക് ആക്ടിവിറ്റിയിൽ ഒരു ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. 2 ഫയലാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. മെയിൻ ആക്ടിവിറ്റി.javaയും ആക്ടിവിറ്റി _main.xml. നമ്മുടെ മൊബൈൽ ആപ്പിൽ ഓരോ പേജസ് അല്ലെങ്കിൽ സ്ക്രീൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് XML ഫയൽ യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്,
അതിനകത്ത് ആവശ്യമുള്ള ടെക്സ്റ്റ് ബോക്സസ്, ബട്ടൺസ്, അതുപോലെയുള്ള കമ്പോണൻസ്, അങ്ങനെയുള്ള ലേഔട്ട്സ് എല്ലാം ചെയ്യുന്നത് നമ്മൾ XML ഫയൽ യൂസ് ചെയ്തിട്ടാണ്. നമ്മളൊരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു empty ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ആവുന്ന കോഡാണിത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള പാക്കേജസ് എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആക്ടിവിറ്റി എന്ന് പറയുന്ന ക്ലാസ് android.app എന്ന പാക്കേജിലാണ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യണം നമ്മളത്. ഇമ്പോർട്ട് android.app.activity. ഇതിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റ് ക്ലാസ്സുകളാണ് os.bundle, view.menu ഐറ്റം. ഒരു സാധാരണ ജാവ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ പബ്ലിക് ക്ലാസ്, മെയിൻ ആക്ടിവിറ്റി, എക്സ്റ്റെൻസ് ആക്ടിവിറ്റി. ആപ്പ് ലോഡായി വരുമ്പോൾ ഓൺ ക്രിയേറ്റിൽ പ്രൊട്ടക്റ്റഡ് വോയിഡ് ഓൺ ക്രിയേറ്റ് ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. ഓൺ ക്രിയേറ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് നോക്കണം. എല്ലാ ജാവ ക്ലാസ്സിലും ആവശ്യമുള്ളതാണ്. പ്രൊട്ടക്റ്റഡ് വോയിഡ് ഓൺ ക്രിയേറ്റ് ബണ്ടിൽ സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ്. സൂപ്പർ ഡോട്ട് ഓൺ ക്രിയേറ്റ് സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ്. നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോൾ ചെയ്യുന്ന മെത്തേഡാണ് ഓൺ ക്രിയേറ്റ്. ബണ്ടിലിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇനീഷ്യൽ ഡാറ്റാസ് എല്ലാം ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റിലായിരിക്കും ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇനീഷ്യലി ആപ്പിന് ആവശ്യമുള്ള ഡാറ്റാസ് എല്ലാം ലോഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഓൺ ക്രിയേറ്റ് ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ലോഡ് ചെയ്യേണ്ടത് XML പേജാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ടത്. സെറ്റ് കണ്ടന്റ് വ്യൂ r.layout.activity_main. ദെൻ ഈ ജാവ ക്ലാസ്സിൽ വരുന്നത് ഡിഫോൾട്ട് ആയിട്ടുള്ള മെനു ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷനാണ് ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു, ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ്. നമുക്ക് XML ഫയലിൽ എന്താണ് വരുന്നത് നോക്കാം. activity_main.xml. ഇതിൽ നമ്മൾ വെറുതെ ഒരു ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ടെക്സ്റ്റ് വ്യൂവിലാണ് നമ്മൾ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനുള്ള മാറ്റേഴ്സ് കൊടുക്കുന്നത്. ഒരു ടെക്സ്റ്റ് വ്യൂവിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ പേജസും ഏതെങ്കിലും ഒരു ലേഔട്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലേഔട്ട് റിലേറ്റീവ് ലേഔട്ടാണ്. മറ്റ് ലേഔട്ട്സാണ് ലീനിയർ ലേഔട്ട്, ടേബിൾ ലേഔട്ട്, അങ്ങനെയുള്ള ലേഔട്ട്സ് എല്ലാം. ഒരു സ്ക്രീനിൽ ആവശ്യമുള്ള എല്ലാ കമ്പോണൻസും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ ലേഔട്ട്സിലാണ്. ഈ ലേഔട്ട്സിന് നമുക്ക് വിഡ്ത്ത്, ഹൈറ്റ്, പാഡിങ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. ലേഔട്ട്സിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് ഇവിടെ മാച്ച് പാരൻ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു ലേഔട്ടിൻ്റെ വിഡ്ത്തോ ഹൈറ്റോ മാച്ച് പാരൻ്റ് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പാരൻ്റ് വ്യൂവിൻ്റെ സെയിം സൈസ് അത് ഒക്യുപ്പൈ ചെയ്യും എന്നുള്ളതാണ്. വിഡ്ത്ത് മാച്ച് പാരൻ്റ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ കംപ്ലീറ്റ് അത് വിഡ്ത്ത് ഒക്യുപ്പൈ ചെയ്യും. ഹൈറ്റ് ആണെങ്കിൽ ടോപ്പ് ടു ബോട്ടം സൈസ് അത് യൂട്ടിലൈസ് ചെയ്യും. ഒരു ടെക്സ്റ്റ് ഫീൽഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ ഹലോ വേൾഡ് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യുന്നത്. android.textലാണ് ഹലോ വേൾഡ് എന്നുള്ളത് ടെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ @string/hello world hello_world എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡിൽ നമുക്ക് സ്ട്രിങ്സ് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് സ്ട്രിങ്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും. android.textൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ പോയിട്ട് ഈ hello_world എന്ന് പറയുന്ന വേരിയബിളിന് ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്താലും മതി. ടെക്സ്റ്റ് വ്യൂവിന് നമ്മൾ വിഡ്ത്തും ഹൈറ്റും android.layout_width, layout_height, റാപ്പ് കണ്ടൻ്റ് ആണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. കണ്ടൻറ് സൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ടെക്സ്റ്റ് വ്യൂയുടെ സൈസും വരുന്നത്. ടൂൾസിൽ ആൻഡ്രോയിഡിൽ AVD മാനേജർ എന്നുള്ള ഓപ്ഷൻസിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡിവൈസ് സെലക്ട് ചെയ്തതിന് ശേഷം റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ടൂൾ ബാറിൽ നിന്ന് റൺ ബട്ടൺ സെലക്ട് ചെയ്താലും മതി നമുക്ക് റൺ ചെയ്യാനായിട്ട്. നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. സിലബസിൽ പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഇൻക്ലൂഡഡ് ആയിരിക്കും.